സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. Q1 Q2ൻ്റെ 0 എപ്സിലോൺ ക്ലോഷർ ഓഫ് Q2 0. Q2ൽ നിന്നും 0 ട്രാൻസിഷൻ എങ്ങോട്ടാണ് പോകുന്നത് ചെക്ക് ചെയ്തു. Q2ൽ നിന്നും 0യിലേക്ക് ഒരു ട്രാൻസിഷനുള്ള Q2ൻ്റെ കേസിലാകെ ഒരു ഒറ്റ ട്രാൻസിഷനെ പോകുന്നുള്ളൂ, ഒറ്റ സിമ്പിളേ പോകുന്നുള്ളൂ 1. സോ 5 ആയി. ദെൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് Q2ൽ നിന്നും 1 ആണ് നോക്കുന്നത്. എപ്സിലോൺ ക്ലോഷർ ഓഫ് ഡെൽ ഓഫ് Q2 1 ചെക്ക് ചെയ്തു. Q2ൽ നിന്ന് 1 Q2ലേക്ക് തന്നെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തു. Q2ൽ നിന്നും 1 Qയിലേക്ക് തന്നെ പോകുന്നുണ്ട്. സോ നമുക്ക് Q2 കിട്ടി. ഇപ്പോൾ നമുക്ക് എല്ലാ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ന്യൂ സ്റ്റേറ്റിലെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ക്ലോഷറും അതുപോലെ തന്നെ ഡെൽ ഡാഷ് ട്രാൻസിഷൻസും ഒക്കെ നമ്മൾ കണ്ടു. എന്ത് നമുക്ക് കിട്ടിയത് Q1 ഇതായിരുന്നു നമ്മളെ ഇനീഷ്യൽ സ്റ്റേറ്റ്, നമ്മളെ ഫൈനൽ സ്റ്റേറ്റ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ ചെയ്തു, അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ ചെയ്തു, ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റിൻ്റെ ചെയ്തു, അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റിൻ്റെയും ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് ആൻസേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻപുട്ട് സിമ്പിൾസ് ആയിട്ട് വന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി നമുക്ക് ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം, സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ടാവും 0യും 1. ഇത് വെച്ചിട്ട് നമ്മൾ ട്രാൻസിഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരുന്നു Q0, അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു Q1 Q2. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേറ്റ് ആയിരുന്നു Q2. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റിനെ ആരോ വെച്ചിട്ടും ഫൈനൽ സ്റ്റേറ്റിനെ സ്റ്റാർ വെച്ചിട്ടുമായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യാം. ദെൻ നമ്മുടെ 2 ഇൻപുട്ട് സിമ്പിൾസ് ആയിരുന്നു 0യും 1ഉം. Q0 എന്ന് പറയുന്ന കേസ് എവിടെയായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. Q0 എന്ന് പറയുന്ന കേസിൽ നമുക്ക് കിട്ടിയ ആൻസർ Q1, Q2 ആയിരുന്നു. സെറ്റ് Q1 Q2 ആയിരുന്നു. ഓക്കെ, ഇനി Q0യിൽ നിന്നും Q0യിൽ നിന്നും Q1ലേക്ക് 5 ആയിരുന്നു. സെയിം ബാക്കിയുള്ളതും ചെക്ക് ചെയ്യുക. Q1 Q2 എന്ന് പറയുന്നത് 5 ആയിരുന്നു. 0 എന്ന് പറയുന്നത് Q1 Q2 1 എന്ന് പറയുന്നത് Q2 ആയിരുന്നു. ദെൻ Q2 0 എന്ന് പറയുന്നത് 5 ആയിരുന്നു. Q2 1 എന്ന് പറയുന്നത് Q2 ആയിരുന്നു. ഈ ഒരു ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ്, ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മളുടെ NFA വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് 3 സ്റ്റേറ്റാണുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ് പറയുന്നത് Q0. സോ അത് ഇനീഷ്യൽ സ്റ്റേറ്റാണ്, ആരോ വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് 3 സ്റ്റേറ്റാണ് വരുന്നത്. Q0 Q1 Q2 Q2 എന്ന് പറയുന്ന 3 സ്റ്റേറ്റാണ് നമുക്കുള്ളത്. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഡ്രോ ചെയ്തു. ദെൻ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ട്രാൻസിഷൻ പോകുന്നത് Q1 Q2യിലേക്കാണ് 0 എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, Q1 Q2 എന്തായിരുന്നു 0 ഇൻപുട്ട് പോകുന്നുണ്ട്. Q0യിൽ നിന്നും 1 എന്ന ഇൻപുട്ട് എവിടേക്കും പോകുന്നില്ല. സോ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് Q1 Q2യിൽ നിന്ന് 0 എന്ന ഇൻപുട്ട് എവിടേക്കും പോകുന്നില്ല. സോ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ Q1 Q2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും 1 എന്ന സിമ്പൽ Q2യിലേക്ക് പോകുന്നുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്തു, Q2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരച്ചു. ദെൻ 1 കൊടുത്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് Q2ൻ്റെ കേസാണ്. Q2യിൽ നിന്ന് 0 പറയുന്ന സിമ്പിൾ എവിടേക്കും പോകുന്നില്ല. സോ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. Q2 1 എന്ന് പറയുന്ന Q2യിലേക്ക് തന്നെ പോകുന്നു. സോ നമ്മളൊരു ആരോ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ലീനിയർ ലൈന് പോലെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സെയിം മീനിങ് കറക്റ്റായാൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, Q1 Q2 ഈ ഒരു സിമ്പിളും ഈ ഒരു ഡയഗ്രാമും കറക്റ്റാണ്, ഈ ഒരു ഡയഗ്രാമും കറക്റ്റാണ്.